സോ വെൽക്കം ടു ദ ഡേ 2 ഓഫ് അവർ രാമേശ്വരം വ്ലോഗ് പാർട്ട് 1. അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ റെഡി ആയിട്ട് രാമനാഥ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ത്യയിലെ മൊത്തമുള്ള 12 ജ്യോതിർലിംഗത്തിന്റെ ഒന്നാണ് ഈ രാമേശ്വരത്തുള്ളത്. കൂടാതെ അതിൽ ഇന്ത്യയുടെ 4 പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം. വടക്ക് ബദ്രിനാഥ്, കിഴക്ക് ജഗന്നാഥപുരി, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരവും. ഭാരതത്തിന്റെ ഉത്തരഭാഗത്ത് നമ്മുടെ കാശി എങ്ങനെയാണോ അതേപോലെയാണ് കേട്ടോ ദക്ഷിണ ഭാഗത്ത് ഈ രാമേശ്വരവും. മാത്രമല്ല ഗംഗാ നദീതീരത്തെ ഘട്ടുകളിൽ കുളിച്ചാൽ മോശപ്രാപ്തി ലഭിക്കുന്ന പോലെ ഇവിടുത്തെ അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിന്റെ വെള്ളത്തിൽ കുളിച്ച് കൂടാതെ 22 സ്നാനകുളത്തിൽ സ്നാനം ചെയ്ത് തൊഴുത ഇവിടെ മോക്ഷം ഉറപ്പാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. ഒരു രാജഗോപുരവും പിന്നെ 4 ഗോപുരങ്ങൾ 4 ദിക്കിലോട്ടുമാണ് ഉള്ളത്. ഇതിലെ രാജഗോപുരത്തിന് 53 മീറ്ററോളം നീളമുണ്ട്. കൂടാതെ ലോകത്തിലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും നീളം കൂടി കോറിഡോറും ഇവിടാണ്. ഇനി രാമായണവുമായി ബന്ധപ്പെടുത്തി ഇവിടെ 2 ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീരാമൻ രാമരാവണ യുദ്ധത്തിന് പോവും മുന്നേ ഇവിടെ തൊഴുതു എന്നും. 2, ശ്രീരാമൻ രാമരാവണ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവെ താൻ ചെയ്ത ബ്രഹ്മഹത്യയെക്കുറിച്ച് ഓർത്ത് പാപമോചനത്തിനായി ശിവലിംഗം പ്രതിഷ്ഠിച്ചെന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ശിവലിംഗം ഉണ്ട്. ഒന്ന് സീത രാമന് വേണ്ടി നൽകാൻ മണ്ണിൽ നിന്നുണ്ടാക്കിയ രാമലിംഗ, മറ്റൊന്ന് ഹനുമാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശ്വലിംഗ. എന്തൊക്കെയാണേലും ഈ ഒരു ക്ഷേത്ര ദർശനം അതും രാവിലത്തെ അത്രയും പീസ്ഫുൾ ആയിരുന്നേ.